നിക്ക്. എന്തായാലും റിലാക്സ്. എന്താ ഇത്? റിലാക്സ്. എടോ, അതിനെ എത്രയും വേഗം നിങ്ങൾ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റണം. തൽക്കാലം നമ്മുടെ പക്കലുണ്ടെന്ന വിവരം ആരോടും പറയരുത്. സംഭവം പുറത്തറിഞ്ഞാൽ നമുക്ക് വലിയ തിരിച്ചടിയായിരിക്കും. വളരെ സൂക്ഷിക്കണം. ഓക്കെ? ഓക്കെ. ഏട്ടാ, നീ മോളെ കാണാനില്ല. നിയമോളെ കാണാനില്ലെന്നോ? എല്ലായിടത്തും അന്വേഷിച്ചോ? സ്കൂളിൽ പോയ കുട്ടിയാ. അവിടെ നിന്നാ മിസ്സിംഗ് ആയേ. സ്കൂളിൽ വെച്ച് മിസ്സിംഗ് ആയിരുന്നോ? അതെ. എന്നിട്ട് പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. വന്ദിനേച്ചി ആകെ ടെൻഷനില്ല. നിയമോളില്ലെങ്കിൽ പിന്നെ ചേച്ചിയില്ല. കേട്ടോ, ഒന്ന് സഹായിക്കണം. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വെറൊരു ബിസിനസ്സുകാരൻ മാത്രമല്ലേ. അങ്ങനെ പറഞ്ഞൊഴിയരുത് ഏട്ടാ. ഏട്ടന് പോലീസിലൊക്കെ നല്ല പിടിപാടുള്ളതല്ലേ. പരിചയമുള്ള ഏതെങ്കിലും പോലീസുകാരെ വിളിച്ചു പറഞ്ഞ് വേണ്ടത് ചെയ്യണം പ്ലീസ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പോലീസുകാർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കിള്. അയാള് വളരെ മിടുക്കനാ. എത്രയും പെട്ടെന്ന് നിയമോളെ കണ്ടെത്തി വന്ദനേച്ചി ഏൽപ്പിച്ചോളും. ടെൻഷൻ അടിക്കാതെ. ഏട്ടാ, എനിക്കൊരു സമാധാനം ഇല്ല ഏട്ടാ. ചേച്ചി ജീവിക്കുന്നത് പോലും നിയമോക്ക് വേണ്ടിയാ. അവളെ ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാനാവില്ല ചേച്ചിക്ക്. അതൊക്കെ വർഷയുടെ തെറ്റിദ്ധാരണ. ഏത് പ്രതിസന്ധിക്ക് മുന്നിലും പതറാതെ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവളാ വന്ദനേച്ചി. ചേച്ചി അത്ര പെട്ടെന്നൊന്നും തളരാൻ പോകുന്നില്ല. പക്ഷേ റിലാക്സ്. ദിയമോളെ കാണാനില്ലെന്ന് സ്റ്റേഷനിൽ അറിയിച്ചതേ ഉള്ളൂ. ഇനി സ്റ്റേഷനുകൾ തോറും മെസ്സേജ് അയക്കണം, കുട്ടിയുടെ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തണം, കുട്ടി പോകാൻ സാധ്യതയുള്ള ലൊക്കേഷൻസ് ഒക്കെ പോയിന്റ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒക്കെ ഒന്ന് ക്രമപ്പെട്ട് വരുമ്പോഴേക്കും കുട്ടിയെ കണ്ടെത്തിയിരിക്കും. സർക്കിളിനെ ഞാൻ വിളിക്കാം. അന്വേഷണം ഊർജിതപ്പെടുത്താൻ വേണ്ട കാര്യങ്ങളും ചെയ്യാം. ചേച്ചിയെ തകർക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്തതാ. ആവോ എന്റെ ചേച്ചി ആരൊക്കെയോ പിന്തുടർന്ന് ഉപദ്രവിക്കുന്നുണ്ട്. ദേവി, ഭഗവതി, ദിയമോൾക്ക് ആപത്തൊന്നും വരുത്താതെ തിരിച്ചു കിട്ടണേ. SIയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല. അതിനർത്ഥം കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിക്കാണില്ലെന്നാ. ഇനി അവരുടെ വിളി പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. സാർ. SI സാറ് വീട്ടിൽ പോയല്ലോ. ഇനി നാളെ വരും. അല്ല, ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം? ഇതുവരെ ഒരു വിവരം കിട്ടിയില്ല.
സർ ഈശ്വരാ, ആ ഗസല അതെടുക്ക. ആ ഗസലെ പറ. സിറ്റി മുഴുവൻ അരിച്ചു പറക്കി. ആ കുട്ടിയെപ്പറ്റി ഒരു വിവരവുമില്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഇന്ന് രാത്രി പെരുമ്പങ്കോടന് മുഴുവൻ അരിച്ചു പറക്കുന്നുണ്ട്. ശരി, വിവരങ്ങൾ അപ്പം എന്നെ അറിയിക്കണം. ശരി ഏട്ടാ. കുട്ടിയെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. ഈശ്വരാ, എന്റെ ദൈവമോള്. ഏയ് കരയാതിരിക്കെ. നമ്മളിപ്പോൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. വിക്രമിന്റെ മരുന്ന് നിർമ്മാണശാല, ഗോഡൌൺ, മരുന്ന് തോട്ടം, ഇവിടെയൊക്കെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ സ്ഥലങ്ങളൊക്കെ അറിയാമോ? അറിയില്ല, ഞാൻ അവിടെ എങ്ങും പോയിട്ടില്ല. പക്ഷേ അത് ചൂരൽമല എസ്റ്റേറ്റ് ആണെന്ന് എനിക്കറിയാം. ആ മതിയല്ലോ. ദേ മൊബൈലിലെ മാപ്പ് നോക്കി നമുക്ക് വഴി കണ്ടുപിടിക്കാം. വാ പോകാം. അമ്മേ ഭഗവതി, അവൾക്കൊരാപത്തും വരുത്തല്ലേ. എന്റെ കുഞ്ഞിനെ കാട്ടിത്തരണേ ഭഗവതി. കേറ്. നല്ല സ്പീഡിലാ. എൻ്റെ തോളിൽ ബലമായി പിടിച്ചിരിക്കണം. വന്ദന എന്താ ഇപ്പോ ആദ്യരാത്രി അവള് ഫോൺ വിളിക്കുന്നു. ദിയമോളെന്ന ക്രിമിയെ കണ്ടുപിടിച്ചു കൊടുക്കണമെന്നായിരിക്കും ആവശ്യം. എന്നെ വെല്ലുവിളിച്ചവള് തന്നെ ഇപ്പൊ സഹായം ചോദിക്കുന്നു. അഹങ്കാരി. അയാൾ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഇറങ്ങ. എന്തുപറ്റി? ഇനിയും വിളിക്കേ. അയാൾ വീണ്ടും ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അതിനർത്ഥം വന്ദനയോട് ഫോണിൽ സംസാരിക്കാൻ പോലും അയാൾക്ക് താല്പര്യമില്ലെന്നാ. ഒരു കാര്യം ഉറപ്പായി, വന്ദനയുടെ സംശയം അസ്ഥാനത്തല്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് വിക്രം തന്നെ ആയിരിക്കാനാണ് സാധ്യത. ആ ഫോണും തന്നെ. മറ്റൊരു നമ്പർ കാണുമ്പോ അയാൾ ഫോൺ എടുക്കാൻ സാധ്യതയുണ്ട്. എത്ര ഞാൻ വന്ദനയാണ്. എന്താ വന്ദനയുടെ ശബ്ദം ഫോണിൽ കൂടെ കേൾക്കുന്നത് പോലും വിക്രം സാറിന് ഭയമായി തുടങ്ങിയോ? നിങ്ങൾ ചെയ്തത് ഒരു ചെറ്റത്തരാണ്. ഇത്തിരി പോന്നൊരു കുട്ടിയെ തട്ടിയെടുത്തിട്ടാണോ ആണത്തം കാണിക്കുന്നത്? മര്യാദയ്ക്ക് എന്റെ ദിയമോളെ തിരിച്ചു തന്നേക്കണം. അപ്പൊ ദിയമോളെ ഞാൻ തട്ടിയെടുത്തു എന്നാണോ ആരോപണം? നല്ല കാര്യം. വന്ദനെ, ദിയമോളെ ഞാൻ തട്ടിയെടുത്തിട്ടുമില്ല, എനിക്കതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് അത്തരം തെറ്റിദ്ധാരണയൊക്കെ കളയൂ വന്ദന ചേച്ചി.
തെറ്റിദ്ധാരണയല്ല. എനിക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ഉപദ്രവിക്കാന്ന് ഭീഷണിപ്പെടുത്തിയത് മറന്നുപോയോ? അയ്യോ, അത് ദിയമോള് ഉദ്ദേശിച്ചിട്ടല്ല. ദിയമോള് മാത്രമല്ലല്ലോ വന്ദന ചേച്ചിക്ക് പ്രിയപ്പെട്ടവര്. വിക്രം, മര്യാദയ്ക്ക് എന്റെ ദീമോളെ തിരിച്ചു തരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ മറ്റൊരു രൂപം കാണേണ്ടി വരും. വന്ദനെ, ഞാൻ ദിയമോളെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്ന് വീണ്ടും വീണ്ടും തറപ്പിച്ചു പറയുന്നു. അഥവാ ഞാൻ തട്ടിയെടുത്തു എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ നീ അങ്ങ് വിശ്വസിച്ചോ. എന്റെ കസ്റ്റഡിയിൽ നിന്ന് നീ ദിയമോളെ പിടിച്ചെടുത്തോ, ഞാൻ നിന്നെ വെല്ലുവിളിക്കാൻ. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ആ, അവൾ എന്റെ മോള. നീ ഏത് കോട്ടയ്ക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും അവളെ ഞാൻ തേടി വന്നിരിക്കും. ഓക്കെ, നമുക്ക് കാണാം. കാണും. അയാൾ എന്താ പറഞ്ഞേ? ദീമോളെ തട്ടിയെടുത്തിട്ടില്ലെന്നാ അയാൾ പറയുന്നത്. തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ അയാൾ എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. എനിക്ക് അയാളെ സംശയമുണ്ട്. വെല്ലുവിളി ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് തന്നെ പോ, വിക്രത്തിന്റെ ഒളിയടങ്ങളിലേക്ക്. വന്ദനെ, കേറ്. നീ ഇതാരെയാ വിളിക്കുന്നേ? വന്ദനയാ. വെറുതെ അവളെ വിളിച്ച് ശല്യം ചെയ്യണ്ട. എന്ത് സംഭവിച്ചാലും വന്ദന ഇങ്ങോട്ട് വിളിക്കും. പ്രകാശ, നാക്കിന് എല്ലില്ലാന്ന് കരുതി വായി തോന്നിയത് വിളിച്ചു പറയരുത്. അച്ഛൻ പറഞ്ഞതാ ന്യായം. ഈ സമയത്ത് ഇങ്ങനെ തർക്കിക്കാതെ വന്ദനയെ ചെന്ന് വിളിച്ചു നോക്ക്. ഞാൻ ഫോൺ ചെയ്യാൻ തുടങ്ങിയപ്പോ ശല്യപ്പെടുത്തണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ആ മാധവേട്ടൻ തന്നെയല്ലേ ഇപ്പൊ ഫോൺ ചെയ്യാൻ തുടങ്ങുന്നത്? എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ദൈവമേ, വന്ദനമോളിപ്പോ എവിടെയായിരിക്കും? ദൈവമോളുടെ അവസ്ഥ എന്തായിരിക്കും? ആപത്തൊന്നും വരുത്തല്ലേ എന്റെ ഭഗവതി. അച്ഛൻ വിഷമിക്കേണ്ട, ഒന്നും വരില്ല. നല്ല മനസ്സുള്ളവരെ ദൈവം പരീക്ഷിക്കും, പക്ഷെ കൈവിടില്ല. ഇവിടെ ആർക്കും ഒരാപത്തും വരില്ല. രക്ഷിക്കണേ. മൊബൈൽ മാപ്പ് പ്രകാരം സ്ഥലമെത്തി. ഇവിടെ അടുത്ത് എവിടെയോ ആണ് വിക്രമിന്റെ തോട്ടം. ഇത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ഉഗ്രവിഷമുള്ള ഇഴജന്തുക്കൾ മുതൽ സാമൂഹ്യ വിരുദ്ധന്മാർ വരെ വിഹരിക്കുന്ന സ്ഥലം. സൂക്ഷിക്കണം കേട്ടോ. വന്ദന ഇവിടെ എവിടെയെങ്കിലും നിൽക്കേ. ഞാൻ വിക്രമിന്റെ തോട്ടത്തിൽ കയറി നിയമോളെ തിരയാൻ.
വന്ദന ആരുടെയും കണ്ണിപ്പെടാതെ ഒരിടത്ത് മറഞ്ഞു നിന്നാൽ മതി. അത് പറ്റില്ല, ഞാനും കൂടെ വരും. വന്ദനെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വിക്രമിന്റെ തോട്ടത്തിലേക്ക് കിടക്കുന്നത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. ചിലപ്പോ സെക്യൂരിറ്റിയും ഗുണ്ടകൾ വരെ കാണും. നീ വെറുതെ സീൻ ഉണ്ടാക്കാൻ നിൽക്കണ്ട. എന്ത് പറഞ്ഞാലും ഞാനും വരും. വന്ദനെ, നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതൊരു അപകടം പിടിച്ച പണിയാ. ഏത് സമയത്തും എന്ത് നേരിടാനുള്ള കരുത്തും സാമർത്ഥ്യം വേണം. നീ ഒരു പെണ്ണാ, പോരാത്തതിന് രാത്രിയും. എന്ത് പറഞ്ഞാലും ദിയമോളെ തിരയാൻ ഞാനും വരും. പറഞ്ഞാ നീ കേക്കില്ലേ? ശരി, നടക്ക നടക്ക നോക്കി വാ. അപ്പോൾ ജഗനെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവളുടെ വരവ്. കാവൽക്കാരന്റെ കണ്ണ് വെട്ടിച്ച് അവള് തോട്ടത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞു. അവളെ വിളിച്ച കോള് ഞാൻ കട്ട് ചെയ്തപ്പോ അവള് നമ്പർ മാറ്റി വിളിച്ചത് ജഗന്റെ ഫോണിൽ നിന്നായിരുന്നല്ലേ. ജഗനാണ് അവളുടെ പിൻബലം. അവനോടൊപ്പം ചേർന്നപ്പോ വന്ദനയുടെ നാവിനും മനസ്സിനും വല്ലാതെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട്. ദിയമ്മോളെ ഞാൻ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത് അവള് വിശ്വസിച്ചിട്ടില്ല. ഉശിരുണ്ടെങ്കിൽ എന്നിൽ നിന്ന് കുട്ടിയെ വീണ്ടെടുക്കണമെന്ന് ഞാനും വീണ്ടെടുത്തിരിക്കുമെന്ന് വന്ദനയും പരസ്പരം വെല്ലുവിളിച്ചിരിക്കുകയല്ലേ. അവള് കുട്ടിയെ വീണ്ടെടുത്ത് കാണിക്കട്ടെ. നിറതോക്കിന് മുന്നിലാണ് ചാൻസി റാണി ചമയുന്നെന്ന് പാവം വന്ദന അറിയുന്നില്ലല്ലോ. കോടീശ്വരനായ വിക്രം എന്ന കൊടും ക്രിമിനലിന് മുന്നിൽ കരുണാകരക്കുറുപ്പ് എന്ന രാഷ്ട്രീയ ക്രിമിനൽ വെറും പുഴുവാണെന്ന് ജഗനോ അറിയുന്നില്ല. കഷ്ടം. പകല സമയത്ത് പോലും ആരും കടന്നു വരാൻ അറയ്ക്കുന്ന ഒരു ഒറ്റപ്പെട്ട തോട്ടമാണിത്. കാവൽക്കാരന്റെ കണ്ണു വെട്ടിച്ചാണ് നമ്മൾ അകത്ത് കണ്ടത്. പിടിക്കപ്പെട്ട അപകടമാ. കണ്ടുപിടിക്കാം. ഏത് പാതാള കുഴിയിൽ ഒളിപ്പിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാം. ആ കാട്ടിലെ വിഷപ്പാമ്പുകളും കരടിയും വരെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ജന്തുക്കളെ പാമ്പിനും കരടിക്കൊന്നും വേണ്ടേ? ദിയമോളെ കണ്ടുപിടിച്ച് അടങ്ങുമെന്ന വാശിയിലാണല്ലോ രണ്ടുപേരും. കണ്ടുപിടിക്കട്ടെ. നീ കൂടി ചിലപ്പോ അവിടെ കാണാൻ സാധ്യതയുണ്ട്.
ഇനി തോട്ടത്തിലൊന്നും തരാനിടമില്ല വന്ദനെ. നോക്കി, കുട്ടിയെ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊന്നും കുട്ടിയില്ലെന്ന് ഉറപ്പായി. ഇനി തിരിച്ചു പോവുകയും ഓർത്തേയുള്ളൂ. എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ലേ? അവള് എന്നെ വിട്ടു പോയോ? ഇതിനപ്പുറം ഇനി ഈ തോട്ടത്തിൽ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അന്വേഷണം നിർത്തുന്നില്ല, അന്വേഷണം മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നത് മാത്രം. വരും.